അകത്തേക്ക് കയറിയ രാജീവ് ശാരികയോട് പറയുകയാണ്, അതെ, എനിക്കിവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ, അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അതിനുശേഷം പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുത്ത ശേഷം രാജീവ് പറയുകയാണ്, ദാ വച്ചോ, എന്റെ ഏകദേശമുള്ള ഒരു കണക്ക് വെച്ചാണ് ഇത് തരുന്നത്. ചിലപ്പോൾ കുറച്ച് കൂടുതലും കാണും. വച്ചോ, കുടുംബശ്രീയിൽ നിന്ന് വന്ന കരുതലിന്റെ കണക്കാണ്. അത് കണ്ട് ശാരിക പറയുകയാണ്, അയ്യോ, കണക്കൊന്നും എന്റെ അടുത്ത് സാറ് സംസാരിക്കേണ്ട. പണവും അമ്മയെ ഏൽപ്പിച്ചാൽ മതി. അമ്മയല്ലേ സാറിന് ഭക്ഷണം തരാമെന്ന് പറഞ്ഞത്. അപ്പോ അമ്മ വാങ്ങിക്കട്ടെ. ഇപ്പൊ സാർ എന്തെങ്കിലും കഴിക്കാൻ നോക്ക്, ഇരുന്നാൽ ഞാൻ ഇലയിടാം. പൈസ തിരിച്ച് പോക്കറ്റിൽ വെച്ച ശേഷം രാജീവ് പറയുകയാണ്, വേണ്ട, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് കഴിച്ചിരിക്കുവാണ്. ശീലമുള്ളതൊന്നും അല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇവിടെ വന്ന ഇയാളെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി ധൈര്യത്തിന് വേണ്ടി അല്പം മദ്യം കഴിച്ചു. ഒരു 2 പെഗ്. ഇതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ശ്യാമ. ശാരിക ചോദിക്കുകയാണ്, എന്നെ കണ്ട് സംസാരിക്കാൻ സാറിന് എന്തിനാ ധൈര്യം? അത് ഇയാൾക്ക് ഇനിയും മനസ്സിലായില്ല എങ്കിൽ ഇനിയുള്ള ജന്മം ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. വിട്ടുകള. ഏതായാലും ഇയാൾ ഇത്രയും പറഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുക്ക്, നല്ല ദാഹം. ശാരിക അകത്ത് പോയി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് രാജീവിന്. ഇയാളുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചായിരുന്നു കുടുംബശ്രീയിൽ രാജീവിന്റെ തുടക്കം. ഒടുക്കവും അങ്ങനെ തന്നെ ആയി. തൊഴുതുകൊണ്ട് രാജീവ് പറയുകയാണ്, താങ്ക് യു വെരി മച്ച്. അതിനുശേഷം ഗേറ്റ് കടന്നു പോവുകയാണ് രാജീവ്. ശാരിക അത് നോക്കി നിൽക്കുകയാണ്. ശ്യാമയും അത് കാണുന്നുണ്ട്. വല്യേച്ചിന്ന് വിളിച്ചുകൊണ്ട് ശാരികയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമ ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇത്രയും താമസിച്ചത്? ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഒന്ന് സംശയിച്ചുകൊണ്ട് ശാരിക പറയുകയാണ്, ഈ രാത്രി നേരത്ത് ഇവിടെ ആര് വരാനാണ്? നീ വന്ന് ആ വേസ്റ്റ് എടുത്ത് കത്തിക്കുന്ന സ്ഥലത്തിട്ടെ, ഞാൻ കഥ കിടക്കട്ടെ എന്ന് പറയുകയാണ്. അകത്തേക്ക് ശ്യാമ പോകുമ്പോൾ വീണ്ടും ഗേറ്റിനടുത്തേക്ക് നോക്കുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് പഠിക്കുന്ന ശാലിനിയാണ്. ശ്യാമയാണെങ്കിൽ പഠിച്ചു പഠിച്ച് പുസ്തകത്തിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണ്. ശ്യാമയെ തട്ടി വിളിച്ച് ശാലിനി പറയുകയാണ്, ഡി, നേരം പാതിരാത്രിയായി, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുഞ്ഞേച്ചി ഉറങ്ങുന്നില്ലേ? കുഞ്ഞേച്ചിക്ക് നേരം സന്ധ്യ മയങ്ങിയതേ ഉള്ളൂ. ഒരുപാട് പഠിക്കാനും നോട്ട് എഴുതിയെടുക്കാനും ഉണ്ട്. മോള് പോയി കിടന്നോ എന്ന് പറഞ്ഞയക്കുകയാണ് ശ്യാമയെ ശാലിനി. അതിനുശേഷം ശാലിനി ഒരു ബുക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് വിഷ്ണുവിന്റെ ഫോട്ടോ താഴെ വീഴുകയാണ്. വിഷ്ണുവിന്റെ ഫോട്ടോ നോക്കി ശാലിനി വിഷ്ണു എന്ന് റോഡിൽ വെച്ച് കണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം ഫോട്ടോ നോക്കി ശാലിനി ചോദിക്കുകയാണ്, താൻ ആരോടോ? കിളി ജ്യോത്സ്യക്കാരനോ? മുഖവും ചീട്ടും പടവും എന്നൊക്കെ നോക്കി ഞാനല്ല, വേറൊരാളാണ് എന്നൊക്കെ പറയാൻ ഓരോരോ അവതാരങ്ങൾ. അന്നേരം മോളെ ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മ അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഫോട്ടോ ബുക്കിനിടയിൽ ഒളിപ്പിക്കുകയാണ് ശാലിനി. ശാരദാമ്മ ചോദിക്കുകയാണ്, നീ ആരോടാണ് ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്നത്? ശ്യാമ എവിടെ പോയി? അവൾ ഉറങ്ങാൻ പോയി. ഞാൻ വർത്തമാനം പറഞ്ഞതൊന്നുമല്ല, വായിച്ചു പഠിക്കുമായിരുന്നു. മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന ബുക്കൊക്കെ നോക്കിയിട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, അയ്യോ, എന്താ ഇത്, കുറെ ഉണ്ടല്ലോ പഠിക്കാൻ. ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ നിനക്ക്? സിവിൽ സർവീസിന്റെ പ്രിലിമിനറി എക്സാമിങ് അടുത്തില്ലേ അമ്മേ? ആലോചിക്കുമ്പോൾ കിടന്നാൽ ഉറക്കം വരില്ല. അപ്പോ പിന്നെ ആ സമയം കൂടി പഠിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും മുഴുവൻ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമാണ്. ശാരദാമ്മ പറയുകയാണ്, എന്തായാലും ശരി, ഇതൊരൽപ്പം കടുപ്പമാണ്. ഇത്രയൊക്കെ പഠിച്ചിട്ടാണോ ആൾക്കാര് കളക്ടർ ആവുന്നത്? പിന്നല്ലാതെ, അത് ഒരു തപസ്സാണമ്മേ. സ്കൂളിൽ നിന്നും തുടങ്ങുന്ന പ്രിപ്പറേഷൻ. നമുക്ക് കിട്ടുന്ന ജനറൽ നോളജ് ബുക്സുകളും പത്ര കട്ടിങ്സും ഒക്കെ സൂക്ഷിച്ചു വെച്ച് പഠിക്കണം. പിന്നെ ആവശ്യം വരുമ്പോൾ ഓർമ്മയിൽ നിന്ന് അതൊക്കെ അടുക്കിയെടുക്കണം. ഈ ലൈബ്രറിയിൽ നിന്നും ബുക്ക് എടുക്കുന്ന പോലെ. പ്രിലിമിനറി പാസ്സായി കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ മെയിൻ എക്സാം, അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ എന്നുള്ള മെയിൻ കടമ്പ. അതും കഴിഞ്ഞു വേണം മസൂരിലുള്ള ട്രെയിനിങ്ങിന് പോകാൻ. ശാരദാമ്മ ചോദിക്കുകയാണ്, ഞാൻ കൂടി ഇവിടെ കൂട്ടിരിക്കണോ? നീ ഇങ്ങനെ ഉറക്കം വിളിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ, സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് വലിയ സ്വപ്നങ്ങളാകുമ്പോൾ എല്ലാവരും ഒത്തിരി കഷ്ടപ്പെടണം അമ്മേ. നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം പറഞ്ഞത് കേട്ടിട്ടില്ലേ? നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നമെന്ന്. അതെ, അതെന്റെ ഒരു സ്വപ്നമാണ് മോളെ. നീ അത് നേടി വരുന്ന ദിവസം ഞാൻ ഇവിടെ ഒരു ഉത്സവം നടത്തും. അതെന്റെ വാക്കാണ്. ഉത്സവം നടത്തിയാലും ഇല്ലെങ്കിലും അമ്മയ്ക്ക് ഇപ്പോഴേ അഭിമാനിക്കാം. ഭാവിയിൽ ഒരു കളക്ടർക്കാണ് കട്ടൻ ചായ ഇട്ട് കൊടുക്കുന്നതെന്ന്. കളക്ടറായി കഴിഞ്ഞാൽ എന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അമ്മ ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് മാത്രം. ക്യൂ നിൽക്കാൻ മോളെ, സന്തോഷമായിട്ട് ക്യൂ നിന്നോളാം ഈ ശാരദാമ്മ. കാരണം നീ ഇവിടെ സർക്കാർ വണ്ടിയില് ബോർഡൊക്കെ വെച്ച് വന്നിറങ്ങുന്നതേ ഈ നാട്ടിലെ മൊത്തം സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഒരു പകവീട്ടൽ കൂടിയാണ്. പെണ്ണുങ്ങളെ പുച്ഛിച്ച് ചിലരോടുള്ള പകവീട്ടൽ തന്നെ. തനിക്ക് പിറക്കുന്ന മകനെ കളക്ടറാകുമെന്നാണ് 2ാം കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഗോപാലേട്ടൻ എന്നെ വെല്ലുവിളിച്ചത്.
പെൺകുട്ടികൾക്കും കളക്ടർ കസേരയോട് അയിത്തമില്ലെന്ന് നീ വേണം കാണിച്ചു കൊടുക്കാൻ. അത് ഇതുപോലെ പലരും കാട്ടിക്കൊടുത്തു കഴിഞ്ഞതാണമ്മേ. ഗോപാലകൃഷ്ണന്റെ തലയില് അതൊന്നും കയറാത്തതാണ്. പെണ്ണെന്ന് പരിഹസിച്ച അയാൾക്ക് കാണിച്ചു കൊടുക്കണം ഈ പെണ്ണ് വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. കളക്ടറുടെ ബോർഡും ബീക്കൺ ലൈറ്റുമുള്ള സർക്കാരിന്റെ വണ്ടിയിൽ ഈ ശാലിനി ആ ഗോപാലകൃഷ്ണന്റെയും രാജേശ്വരിയുടെയും വീട്ടുമുറ്റത്ത് ചെന്നിറങ്ങുമ്പോൾ തോളോട് തോൾ ചേർന്ന് ഒരാൾ കൂടി ഉണ്ടാകും അവർക്ക് കാണാൻ. എന്റെ ഈ പൊന്ന് ശാരദാമ്മ തന്നെ. നേരം സന്തോഷത്തോടു കൂടി കണ്ണീർ വന്ന് ശാരദാമ്മ ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ്. ശാലിനി പറയുകയാണ്, ദേ തേങ്ങാനും തളരാനും സെന്റ് അടിക്കാനുമൊന്നും ഇപ്പോൾ സമയമേ ഇല്ല. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ശാരദാമ്മ ഒന്ന് പോയേ. പൊക്കോ പൊക്കോ എന്നും പറഞ്ഞ് ശാരദാമ്മയെ തള്ളി അകത്തെ മുറിയിലേക്ക് ആക്കുകയാണ് ശാലിനി. വീണ്ടും പഠിക്കാനായി വന്നിരുന്ന ശാലിനി ബുക്കെടുക്കുമ്പോൾ കാണുന്നത് വിഷ്ണുവിന്റെ ഫോട്ടോയാണ്. ഫോട്ടോ നോക്കി വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, എടോ താൻ എന്താ എന്നോട് അങ്ങനെ പറഞ്ഞത്? എന്തോ ഒരു ഉടായിപ്പ് മനസ്സിലുണ്ടായിരുന്നല്ലോ. ആ ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. ആദ്യം എക്സാമിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഫോട്ടോ മാറ്റിവെച്ച ശേഷം ഓ നമോ IAS ആയ നമ എന്ന് പറഞ്ഞ് വീണ്ടും പഠിക്കാനിരിക്കുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിൽക്കുന്ന ശാരദാമ്മയാണ്. കുറുപ്പ് സാർ പറയുകയാണ്, ഇതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല ശാരദാമ്മേ. ലോകത്ത് കോടീശ്വരന്മാർ മുഴുവനും പിടിച്ചു നിൽക്കുന്നത് ഓരോരോ തിരിമറിയിലാണ്. എന്നിട്ടും നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ തോറ്റുകൊടുക്കുന്നവരും ഉണ്ട്. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ പാപ്പരായി നാട് വിട്ടുപോയി എന്നുള്ള വാർത്തയൊക്കെ വായിക്കാറില്ലേ ശാരദാമ്മ പത്രത്തിൽ? ശാരദാമ്മയുടെ വീട്ടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അന്നേരം ശ്യാമ ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കുറുപ്പ് സാറിന്. കുറുപ്പ് സാർ ചോദിക്കുകയാണ്, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? നീ കോളേജിലെ കബഡി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നില്ലേ? ഡിസ്ട്രിക്ട് ടീമിന്റെ സെലക്ഷന് എന്താ ശ്രമിക്കാതിരുന്നത്? ഞങ്ങളുടെ കോച്ച് സ്പോർട്സ് കൗൺസിലിലെ മെമ്പറാണ്. സമയം സാറ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് എന്ന് പറയുകയാണ് കുറുപ്പ് സാർ. കുടുംബശ്രീയിൽ നിന്ന് ഒരു IAS മാത്രം പോരല്ലോ, സ്പോർട്സിൽ ഭാവിയുള്ള ഒരു ഒളിമ്പ്യനെ കൂടി വേണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കേട്ട് ചിരിക്കുകയാണ് ശ്യാമ. ശാരദാമ്മ ചോദിക്കുകയാണ്, കുറുപ്പ് സാർ എന്താണ് പറഞ്ഞു വരുന്നത്? നോക്ക് ശാരദാമ്മേ, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും കടം വാങ്ങിക്കും കാര്യം നടത്താൻ. അതൊക്കെ സാധാരണമല്ലേ ഈ ലോകത്ത്? കടം വാങ്ങിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തുക ആര് തരാനാണ് കുറുപ്പ് സാറേ? രൂപ 10 ലക്ഷമാണ് വേണ്ടത്. 10 ലക്ഷമൊന്നും ഇക്കാലത്ത് വലിയ തുകയല്ല ശാരദാമ്മേ. ഞാൻ ആലോചിച്ചിട്ട് അത് തരാൻ പാങ്ങുള്ള ഒരേ ഒരാളേ ഉള്ളൂ ഈ നാട്ടിൽ, സാക്ഷാൽ സത്യഭാമ തന്നെ. അന്നേരം ശാരദാമ്മയുടെ മുഖമൊന്ന് മങ്ങുകയാണ്. അന്നേരം ശാരദാമ്മ അന്ന് ശാന്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് സത്യഭാമയെ കുറിച്ച്. മിണ്ടാതെ നിൽക്കുന്ന ശാരദാമ്മയോട് കുറുപ്പ് സാർ ചോദിക്കുകയാണ്, ശാരദാമ്മ എന്താ ഇത്ര ആലോചിച്ചു കൂട്ടുന്നത്? സത്യഭാമയെ കുറിച്ച് കേട്ടിട്ടില്ലേ ഇതുവരെ? അവരെ പറ്റി കേട്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷേ കേട്ടതൊന്നും അത്ര നല്ല കാര്യങ്ങൾ അല്ല. കേട്ടതൊന്നും സത്യമാവണമെന്നില്ല ശാരദാമ്മേ. അനുഭവം കൊണ്ടല്ലേ നമ്മൾ ആളുകളെ അറിയേണ്ടത്. പലിശ മുടക്കിയാൽ അവര് വലിയ പ്രശ്നമുണ്ടാക്കുമെന്നാണ് ആൾക്കാർ പറയുന്നത്. പ്രമാണമൊക്കെ കൈയടക്കി വെച്ചിട്ട് പല ഭാഗങ്ങളിലും വീടും സ്ഥലവും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുറുപ്പ് സാർ പറയുകയാണ്, തെറ്റ്. അടവ് മുടക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ കടം വാങ്ങിക്കുന്നത്. കടം വാങ്ങുന്നവന് അത് തിരികെ കൊടുക്കണം എന്നുള്ള ബോധവും ഉണ്ടാകണം. ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയാം. വീടിന്റെ ചുവരിടിഞ്ഞപ്പോൾ സത്യഭാമയുടെ കയ്യിൽ നിന്നും രൂപ 2.5 ലക്ഷം കടമെടുത്ത ആളാണ് ഞാൻ. ഇന്നിതുവരെ പലിശ പിരിവിന് എന്റെ വീട്ടിൽ റൗഡികൾ ആരും കയറി ഇറങ്ങിയിട്ടില്ല. 1-2 തവണ അടവ് മുടങ്ങി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുകൂടി ചേർത്ത് അടുത്ത തവണ അടച്ചു. മൊത്തം കണക്കും കഴിഞ്ഞ ആഴ്ച തീർത്തതേയുള്ളൂ. അതും എല്ലാവരും റൗഡിയെന്നും കേടിയെന്നും ഒക്കെ പറയുന്ന സത്യഭാമയുടെ മകന്റെ അടുത്ത് തന്നെ. ആ ചെക്കൻ ആളൊരു സാധുവാണ്, നല്ല കുട്ടിയാണ്. പിന്നെ മനഃപൂർവ്വം പറ്റിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും കടമെടുത്തിട്ട് മുങ്ങിയാൽ സത്യഭാമ വിടില്ല എന്നുള്ളത് ഉറപ്പാണ്. അവരുടെ പണത്തിന് അവർക്കും വിലയുണ്ടാകില്ലേ? നിങ്ങളുടെ പണം ആരെങ്കിലും കബളിപ്പിച്ചെടുത്താൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അതേ അവരും ചെയ്യുന്നുള്ളൂ. നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ സത്യഭാമയ്ക്ക് അതിന്റെ ആവശ്യമില്ല. അവരുടെ മകൻ തന്നെ ഒരു പട്ടാളമാണ്, ഒറ്റയാൾ പട്ടാളം. പിന്നെ പല തരക്കാരല്ലേ ആളുകൾ. ചിലരുടെ കയ്യിൽ പണം പെട്ടുപോയാൽ ബെർമൂഡ ട്രൈബിൽ പണം പെട്ടതുപോലെയാണ്. അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വീണ്ടെടുക്കണമെങ്കിൽ ഇത്തിരി ഗുണ്ടായുസമൊക്കെ കൂടിയേ തീരൂ. ഇനിയിപ്പോ അധികമാരും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഒരുപാട് ദാനധർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും നടത്തുന്നുണ്ട് ഈ സത്യഭാമ. അനാഥാലയങ്ങളിൽ അന്നദാനവും സൗജന്യ ചികിത്സയും അനാഥ കുട്ടികളുടെ പഠിപ്പുമൊക്കെ. അതിനൊക്കെയുള്ള പണം വല്ലവരും കബളിപ്പിച്ചെടുത്താൽ സത്യഭാമ എന്നല്ല ദൈവം പോലും ക്ഷമിക്കില്ലെന്ന് ഞാൻ പറയും. ഇതെല്ലാം കേട്ട് ഒരു തീരുമാനം എടുക്കാനാകാതെ നിൽക്കുകയാണ് ശാരദാമ്മ. നോക്കൂ, ശാരദാമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനൊരു പോംവഴി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞു കേട്ടത് വെച്ച് ഇനി ആ രാജേശ്വരി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല.
അവർ 10 ലക്ഷം ചോദിച്ച് വീണ്ടും വന്നാൽ ശാരദാമ്മ എന്തു ചെയ്യും? 3 മക്കളെയും കൂട്ടിപ്പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. പലിശയെങ്കിലും കൃത്യമായി അടയ്ക്കാം എന്നുറപ്പുണ്ടെങ്കിൽ സത്യഭാമയുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശാരദാമ്മ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. അമ്പല കമ്മിറ്റിയുടെ ഒരു യോഗമുണ്ട്, അതിനൊന്ന് പോണം. എന്നിട്ട് ശാലിനി മോളെ ഒന്ന് കാണാൻ പറ്റിയില്ല. അന്നേരം ശാരദാമ്മ പറയാണ്, അവള് ഹോട്ടലിലാണ്, വിളിക്കട്ടെ? വേണ്ട, സംസാരിച്ചു നിന്നാൽ സമയം തെറ്റും. ഇനി വരുമ്പോൾ ഞാൻ കണ്ടോളാം. അല്ലെങ്കിൽ അവളോട് ഇടയ്ക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറയും. ശരിയെന്നും പറഞ്ഞ് കുറുപ്പ് സാർ അവിടെ നിന്നും പോവുകയാണ്. പോകുന്ന കുറുപ്പ് സാറിനെ വീണ്ടും വിളിച്ചിട്ട് ശാരദാമ്മ പറയുകയാണ്, കുറുപ്പ് സാർ, ഞാൻ പറഞ്ഞ കാര്യം. അത്രയും പറയുമ്പോൾ കുറുപ്പ് സാർ പറയുകയാണ്, ശാലിനി അറിയില്ല, അതുപോരെ? ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞു പോവുകയാണ് കുറുപ്പ് സാർ. ശാരദാമ്മ പറയുകയാണ്, അധികം ആലോചിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കുറുപ്പ് സാർ പറഞ്ഞത് വിശ്വസിക്കാം. എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളല്ലേ അദ്ദേഹം. ചിലപ്പോൾ നടക്കും. പണം കടം വാങ്ങുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വേണം. രാജേശ്വരി എപ്പോഴാണ് ഈ പടി കടന്ന് വീണ്ടും വരിക എന്നറിയില്ല. ഈശ്വര, ശാലിനി വിവരം അറിഞ്ഞാൽ എല്ലാം തീർന്നു. ശാലിനി ഹോട്ടലിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ സത്യഭാമയെ കാണാനായി ഇറങ്ങുകയാണ് ശാരദാമ്മ. പടിക്കൽ വെച്ച് ശാരദാമ്മയും ശാലിനിയും കണ്ടുമുട്ടുകയാണ്. ശാലിനി ചോദിക്കുകയാണ്, അമ്മ പുറത്തേക്കെങ്ങാനും പോവുകയാണോ? ഞാൻ എവിടെ പോകാനാണ്? ഹോട്ടലിലേക്ക് ഇറങ്ങിയതാണ്. നീ എന്താ ഇങ്ങ് പോന്നത്? ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ കോച്ചിങ് വന്ന ഒരു പ്രൊഫസറുടെയാണ്. അമ്മ ഇപ്പോൾ ഹോട്ടലിലേക്കൊന്നും പോണ്ട, കാല് വയ്യാതെ ഇരിക്കുവല്ലേ. കുറച്ചു നേരം പോയി കിടക്കാൻ നോക്ക്. ഒന്ന് പോവണ്ണേ, ഇതിനകത്ത് അടച്ചു പൂട്ടിയിരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. ഹോട്ടലിലെ മണം അടിച്ചില്ലെങ്കിലാണ് എനിക്ക് സുഖക്കുറവ്. എന്നാ പിന്നെ എന്താന്ന് വെച്ചാ അമ്മയുടെ ഇഷ്ടത്തിന് ചെയ്യെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീതി. അന്നേരം അവിടേക്ക് വരുന്ന സെർവന്റിന്റെ കയ്യിലേക്ക് ചേച്ചി എന്ന് പറഞ്ഞ് ചായക്കപ്പ് കൊടുക്കുകയാണ് പ്രീതി. അന്നേരം സെർവന്റ് പറയുകയാണ്, മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനാണ് പറഞ്ഞതെന്ന് പറയരുത്. പ്രത്യേകിച്ച് സത്യാമ്മ അറിഞ്ഞാൽ എന്റെ തലയെടുക്കും. ചേച്ചി കാര്യം പറയ്. ആരോടും പറയില്ല എന്ന് സത്യം എന്ന് പറഞ്ഞ് കൈ നീട്ടുകയാണ്. ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ ആരോടും പറയില്ല. എന്റെ ഒരു കൂട്ടുകാരിയാണ് ഇപ്പോൾ വസുമതി കുഞ്ഞമ്മയുടെ വീട്ടിൽ അടുക്കള പണി ചെയ്യുന്നത്. അവള് പറഞ്ഞുള്ള അറിവാണ്. അവിടെ അർജുൻ സാറിന് വേറെ കല്യാണം ആലോചിക്കുകയാണ്. കുറച്ചു നാളായി ആലോചന തുടങ്ങിയിട്ട്. ആലുവയിലുള്ള ഒരു ലേഡി ഡോക്ടറിന്റെ ആലോചന ഏതാണ്ട് ഉറച്ച മട്ടാണ് ഇപ്പോൾ. അത് കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് പ്രീതി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.